Hello friends, Sonal Sajith YouTube channel welcome. My name is Sonal Sajith. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു സ്റ്റൈലസ് പെൻ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ഈ സ്റ്റൈലസ് പെൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈലിലൊക്കെ വരക്കാനോ എഴുതാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പെന്നാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു പെന്നാക്കാൻ യാതൊരു തരത്തിലുള്ള ചെലവും വന്നിട്ടില്ല. കാരണം നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധനം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പെൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു പെൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അറിയാൻ വേണ്ടി എൻ്റെ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടിയില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനുള്ള പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എൻ്റെ വർക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആവശ്യമില്ല ഇതേപോലത്തെ ഒരു നോർമൽ പെന്ന്, സാധാ പ്ലാസ്റ്റിക് പെൻ തന്നെ നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് പിന്നെ ഈ ഒരു റീഫിൽ ആവശ്യമില്ല. അപ്പം ബോഡി മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ആവശ്യമുള്ളൂ. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഇതേപോലത്തെ ഒരു സാധാ വയറാണ്. അപ്പോൾ നമുക്ക് ഈ വയർ മൊത്തമായിട്ട് വേണ്ട, നമുക്ക് ഈ ഒരു വയറിൻ്റെ ഉള്ളിലെ കോപ്പർ വയറാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ പുറത്തെ കോട്ടിങ് റിമൂവ് ചെയ്ത് കളയണം. അതിനായിട്ട് ഞാനൊരു സിസേഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് അതിൻ്റെ കോട്ടിങ് കളയാൻ ഉപയോഗിക്കുന്നത്. പുറത്തെ ആ ഒരു റബ്ബർ കോട്ടിങ് കളയാനായിട്ട് സിസേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ആ ഒരു കോട്ടിങ് റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ എല്ലാ കോപ്പർ വയറും കൂടിയിട്ട് ഒരുമിച്ച് കൂട്ടി പിരിച്ചിട്ടുണ്ട്. അതിന് വെച്ചാൽ നമുക്കത് ഒന്നായിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ച് നമുക്ക് പുറത്തേക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ടൊരു കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് നമുക്ക് അത് വലിക്കാം. അന്നേരം തന്നെ അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് വരും. അപ്പോൾ നമുക്കാകെ ഒറ്റൊരു വയറേ ഇതിൽ നിന്ന് ആവശ്യമുള്ളൂ. ഒറ്റൊന്നായിട്ട് കിട്ടൂല, അതുകൊണ്ടാണ് ഇത് ഒരുമിച്ചായിട്ട് നമ്മൾ വലിച്ചത്. അപ്പോൾ ഒറ്റൊന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇനി നമുക്ക് ഈ കോപ്പർ വയർ ഈ പെന്നിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ആ ബാക്കിലെ ക്യാപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം ഈ വയറൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു പെന്നിൻ്റെ ആ ഒരു ഭാഗത്ത്, ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ആ ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം ആ ക്യാപ്പ് ഇട്ട് ടൈറ്റാക്കി കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമില്ല ഇതേപോലത്തെ ഒരു കോട്ടൺ ബഡ്സാണ്. അപ്പോൾ ഈ ഒരു കോട്ടൺ ബഡ്സ് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യമില്ല, ഏകദേശം ഒരു ഇത്ര ഭാഗം നമുക്ക് മതിയാവും ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കിനി ഈ ബഡ്സ് ഈ ഒരു പെന്നിൻ്റെ ടിപ്പിലായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്സിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നടുക്കായിട്ട് നമുക്ക് കട്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ബഡ്സിൻ്റെ ഈ ഒരു ഭാഗം പ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു പെന്നിൻ്റെ ആ ഹോൾസിലേക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടൈറ്റും ഉണ്ടാവും. അതേപോലെ തന്നെ വേറെ ഗ്ലൂവും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട, അത് സെറ്റായിട്ട് അവിടെ നിന്നോളും. ഇനി നമുക്ക് ഈ കോപ്പർ വയർ നേരെ ടോപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ബഡ്സിൻ്റെ ആ ഒരു കോട്ടൻ്റെ ഭാഗത്തായിട്ട് നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്കൊന്ന് ചുരുട്ടി കൊടുത്താൽ മതി. അവിടെ വേറെ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട, അവിടെ ഒന്ന് നല്ല രീതിയിലൊന്ന് ചുരുട്ടി കൊടുത്താൽ മതി, ചുരുട്ടി ടൈറ്റാക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മളെ വർക്കിംഗ് മൊത്തം കംപ്ലീറ്റ് ആയി. നമ്മളെ പെന്നിവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഒരു സ്റ്റെപ്പും കൂടി ചെയ്യാനുണ്ട്, അത് ഞാനിപ്പം കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മളെ പെന്നിൻ്റെ ഈ ബഡ്സിലെ, അതായത് കോട്ടണിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മളെ കയ്യിലേക്ക് കുറച്ച് വെള്ളമാക്കുക. അതിന് ശേഷം ആ ഒരു ബഡ്സിൻ്റെ, അതായത് ആ കോട്ടൻ്റെ ഭാഗത്തൊന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ വെള്ളമാക്കൊന്നും വേണ്ട, സ്ലൈറ്റായിട്ടൊന്ന് ആ ഒരു ടച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കോട്ടൺ എന്തിനാണ് നനച്ചു കൊടുക്കുന്നത് വെച്ചാൽ നമ്മളെ കയ്യിൽ നിന്ന് ഇലക്ട്രിക് ചാർജസ് ആ കോപ്പർ വയർ വഴി ആ ബഡ്സിലേക്ക് ടച്ച് ചെയ്തിട്ട് അതിൽ നിന്ന് നേരെ ഫോണിലേക്ക് ടച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതോടെ നമ്മളെ വർക്കിംഗ് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി. നമുക്ക് വരച്ച് നോക്കാം. അപ്പം വരക്കാനായിട്ട് ഞാൻ എടുക്കുന്ന ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറിയാണ്, അതിൽ നമുക്ക് വരച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മളെ പെന്നിവിടെ കറക്റ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ വർക്കാവുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം.